എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എല്ലാവരുടെയും വീട്ടിൽ കരുതി വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ചെയ്തു വെക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യം എന്താണെന്നുള്ളത് ഞാൻ സംബോധന ചെയ്യുന്നില്ല. നിങ്ങളൊക്കെയും വീടുകളിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്കൊക്കെ എവിടെയെങ്കിലും ഒന്ന് തട്ടുവോ മുട്ടുവോ വീഴുവോ ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലെ? അങ്ങനെ വരുമ്പോ ചിലപ്പോൾ ചതവുണ്ടാകാം, ഒടിവുണ്ടാകാം, പൊട്ടലുണ്ടാകാം അല്ലെ? അല്ലെങ്കിൽ ആ ഭാഗത്തെ മസിൽസ് ഒക്കെ ഒന്ന് മുട്ടി അവിടെയൊക്കെ വേദന ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇപ്പൊ ഒടിവോ പൊട്ടലോ ആണെങ്കിൽ പ്ലാസ്റ്റർ ഇടേണ്ടതായിട്ട് വരും. ഇല്ലാത്ത പക്ഷെ അതിന് ശേഷം നിങ്ങളുടെ പ്ലാസ്റ്റർ ഇട്ട ഭാഗത്ത് വേദന വരാം, നീര് വരാം. ഇതൊക്കെ മാറി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാര്യമാണ് ഞാൻ ചെയ്തു വെക്കുന്നത്. ഇത് എന്തിനുള്ളതാണ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആദ്യമേ കുറച്ച് നല്ല തിളച്ച വെള്ളത്തിലോട്ട് കുറച്ച് ചെന്നിനായമാണ്, ഞാൻ 100 ഗ്രാം ചെന്നിനായമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങാടിക്കടയിലൊക്കെ കിട്ടും ചെന്നിനായം വാങ്ങാൻ വേണ്ടി. അത് ചൂടുവെള്ളത്തിലിട്ടൊന്ന് അലിച്ചെടുക്കണം. ചൂടുവെള്ളത്തിൽ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഇത് അലിഞ്ഞു കിട്ടിക്കോളും കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത്, നല്ലെണ്ണ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചങ്ങലം ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതിന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടിയല്ലേ വെച്ച് ഇടിച്ച് ഇതിന്റെ നീരെടുത്തിട്ട് വരാം. ഏകദേശം ഒരു 1/2 ലിറ്ററിനോട് അടുത്ത് വേണം ഇതിന്റെ നീരും എല്ലാം കൂടെ എടുത്തു കഴിയുമ്പോൾ. ഇപ്പൊ നമ്മൾ ചതച്ച് നീരൊക്കെ എടുക്കുമ്പോഴത്തേനും അത് അലിഞ്ഞു കിട്ടിക്കോളും. ഇപ്പൊ കഴുകി വൃത്തിയാക്കി വേണം. പിന്നെ ചിലർക്ക് ഇത് കയ്യിലൊക്കെ ഇതിന്റെ നീര് വന്ന ചൊറിയും. എനിക്ക് അങ്ങനെയാണ്, കയ്യിൽ ഇതിന്റെ നീര് വന്ന ചൊറിയാറുണ്ട്. അപ്പൊ ഗ്ലൗസ് ഇട്ടാൽ ഞാൻ ഇതിന്റെ നീര് എടുക്കത്തുള്ളൂ. നിങ്ങൾക്കും അതുപോലെ ഉണ്ടെന്ന് വരെ ഗ്ലൗസ് ഉപയോഗിച്ച് ഇതിന്റെ നീരെടുക്കാവും. അതുപോലെ ഇങ്ങനെയുള്ള ഇതെല്ലാം കളയണം. ഞാൻ ഇതിന്റെ ഇലയും എടുക്കുന്നില്ല കേട്ടോ. ഇല കണ്ടോ, ഇതാണ് അതിന്റെ ഇല. ഒരു ഹാർട്ടിന്റെ ഷേപ്പിലാണ് ഏകദേശം ഇതിന്റെ ഇല വരുന്നത്. ഇത് കണ്ടോ, ഓരോ നമ്മുടെ എല്ലിന്റെ ജോയിന്റ് പോലാണ് ഇതിന് വന്നിരിക്കുന്നത് കണ്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ട് നീരെടുത്തിട്ട് വരാം. ഇത്രയും ചങ്ങലം പരണ്ടയുടെ നീര് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 ലിറ്ററിന് മേല് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നല്ല കണ്ടോ കൊഴുത്താണ് ഇതിരിക്കുന്നത്. വെള്ളം സാരമില്ല, നമ്മൾ വെള്ളം പറ്റിച്ചാണല്ലോ എടുക്കുന്നത്. അതിനുശേഷം ഈ എണ്ണ നമ്മൾ ചൂടാക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചൂടാക്കുന്നതിന് വേണ്ടി വെക്കാവൂ. അലിയിച്ച് വെച്ചിരിക്കുന്ന ചെന്നിനായമാണ്, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയും പച്ചക്കർപ്പൂരം കൂടി പൊടിച്ചിതിലേക്ക് ചേർക്കണേ. ഇത് സാധാരണ കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരമാണ്. സാധാരണ കർപ്പൂരം ചേർക്കല്ലേ, ഇത് തന്നെ ചേർക്കാവും. ഇതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതാ ഇത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പൊ എണ്ണ കണ്ടോ വിട്ടാണ് കിടക്കുന്നത്, എണ്ണ മുകളിലാണ് കിടക്കുന്നത്. ഇതപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ആയിക്കോളും. ഇത് ഏകദേശം ഇപ്പൊ ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. എണ്ണയും മേളിൽ ഇങ്ങനെ കാണാം, പക്ഷെങ്കില് സാരമില്ല, അത് ഇളക്കി ഇളക്കി ശരിയായിക്കോളൂ. ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടാക്കി ഇതിന്റെ വെള്ളം പറ്റിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും ഇതിന്റെ വെള്ളം പറ്റാന്. ഇപ്പൊ ഇങ്ങനെ സ്പൂണിൽ എടുക്കുമ്പോൾ ഇതൊരു കാപ്പിമട്ട് പോലല്ലേ വരുന്നേ. ഒരു പകുതി ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഏകദേശം ആകാറായിട്ടുണ്ട് കണ്ടോ. തിളച്ച് വരുമ്പോ എണ്ണയാണ് വരുന്നത്. ഇതിപ്പോ ആദ്യം തിളച്ച പോലെ തിളയ്ക്കുന്നില്ലോ, ചെറിയ പത പോലെ ഉള്ളൂ. ഈ പതയൂടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ്. ഇത് കണ്ടോ, ഇതിപ്പോ അതിന്റെ പരുവമായിട്ട് വന്നു. കണ്ടോ, ഫ്ലെയിം ഓഫ് ആക്കിയേ.
അപ്പൊ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിനി നാളത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ പോയി നല്ലതായിട്ടിരിക്കും. അന്നേരം നമുക്കൊരു കുപ്പിയിലാക്കി, ചില്ലുകുപ്പിയിൽ ഏറ്റവും നല്ലത് കേട്ടോ, കുപ്പിയിലാക്കി നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. ഇതെന്തായാലും ഒരു 2 വർഷത്തോളം കേടാകാതിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചങ്ങലമ്പരന്റെ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആയെന്ന് വരും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.